എനിക്കുള്ള പ്രശ്നങ്ങളെല്ലാം എനിക്ക് വെളിയിൽ നിന്നുമാകുന്നു എന്ന് ചിന്തിക്കുന്നതാണ് അനേകരുടെയും പ്രശ്നം. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, പിന്നെ എവിടെ നിന്നാകുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നായിരിക്കുമല്ലേ? ചിന്തിക്കാം. ഒരു മഹാൻ പറഞ്ഞു, എനിക്കില്ലാത്തത് ഒരു പ്രശ്നമല്ല, കാരണം ഉള്ളതുകൊണ്ട് ഞാൻ സംതൃപ്തനാണ് എന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നങ്ങളുടെ പരിഹാരം നമ്മുടെ കൈകളിൽ തന്നെ ആകുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? പലരും അഭിമുഖീകരിക്കുന്ന ഒരു അവസ്ഥ ഞാനൊന്ന് പറയാം. സാമ്പത്തികമായി ഞെരുക്കമായിരുന്ന ഒരു കാലം, ആ സ്ഥിതി ഒന്ന് മാറിയിരുന്നെങ്കിൽ പ്രശ്നമെല്ലാം തീരും എന്ന് ചിന്തിച്ചു. പ്രാർത്ഥനകളും ഉപവാസങ്ങളും അങ്ങനെ എല്ലാം പ്രശ്നപരിഹാരത്തിന് വേണ്ടിയായിരുന്നു, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി. ഇന്ന് സാമ്പത്തികമായി നല്ല നിലയിലാണ്. ഒരുപാട് വസ്തുവകകൾ, ധാരാളം വീടുകൾ, കാറുകൾ, നല്ല സ്ഥാനങ്ങൾ, അങ്ങനെ എല്ലാം സമൃദ്ധിയായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ജോലിക്കാരെ കിട്ടാനില്ല എന്നൊരു പ്രശ്നം, അങ്ങനെ ആരെയെങ്കിലും കിട്ടിയാൽ തന്നെ അവർ ജോലി ചെയ്യുന്നില്ല എന്ന് മറ്റൊരു പ്രശ്നം, ആരെയും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ സുരക്ഷിതത്വം വേറൊരു പ്രശ്നം, നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഈ ഉണ്ടാക്കിയതെല്ലാം എന്താകുമെന്ന് വ്യാകുല ചിന്ത വേറൊരു പ്രശ്നം. അങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ. ചിലരുടെ പ്രശ്നം അയൽവക്കത്ത് താമസിക്കുന്നവരോ കൂടെ ജോലി ചെയ്യുന്നവരോ ഒക്കെയാണ്. അവരൊന്നും മാറിയിരുന്നെങ്കിൽ എൻ്റെ പ്രശ്നമെല്ലാം മാറി എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അങ്ങനെ അവർ ചിന്തിച്ചൊടുവിൽ ഈ പറഞ്ഞവർ മാറി പുതുതായി ആളുകൾ വന്നു. പുതുതായി വന്നവർ എത്ര നല്ലവരാകുന്നു എന്ന് കണ്ട് ദൈവത്തെ സ്തുതിച്ചു. അധികം താമസിക്കാതെ മനസ്സിലായി പണ്ടുണ്ടായിരുന്നവരാണ് ഇവരെക്കാൾ നല്ലവരെന്ന്. അപ്പോൾ യഥാർത്ഥ പ്രശ്നം എവിടെയാണ്? നമ്മുടെ മനസ്സ് സ്വസ്ഥമാകാത്തതിന് കാരണം നമ്മളോ നമുക്ക് ചുറ്റുമുള്ളവരോ? സാഹചര്യം മാറിയത് കൊണ്ട് മാത്രം നാം സ്വസ്ഥമാകണമെന്നില്ല. ആദ്യം മാറ്റമുണ്ടാകേണ്ടത് നമ്മുടെ സ്വന്തം മനസ്സിനാണ്. ഏതൊരു സാഹചര്യത്തിലും സംതൃപ്തിയോടെ നന്ദിയോടെ ജീവിക്കുവാൻ പഠിക്കുന്നതല്ലേ നല്ലത്? അതിന് മാർഗമുണ്ട്. ദൈവം തന്നെ ഇറങ്ങി വന്ന് ഇയ്യോബിനെ പഠിപ്പിക്കുന്നത് നാം കാണുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 37-ാം അധ്യായം വരെ നാം ചിന്തിച്ചിരുന്നു. 38-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് നാം വരികയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിച്ചാട്ടെ, എടുത്താട്ടെ ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നാം ഇപ്പോൾ വന്നിരിക്കുന്നത്. 37-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞു. കഷ്ടങ്ങളിലൂടെ കടന്നുപോയിരുന്ന ഇയ്യോബിനെ ആശ്വസിപ്പിക്കുവാൻ അവൻ്റെ 3 സ്നേഹിതന്മാർ വന്നു. ഇയ്യോബിൻ്റെ വേദനയുടെ ആധിക്യം മനസ്സിലാക്കി അവർ ഏതാനും ദിവസങ്ങൾ ഒന്നും മിണ്ടാതിരുന്നതിന് ശേഷം ഇയ്യോബ് സംസാരിച്ചു. ആശ്വസിപ്പിക്കുവാൻ വന്നവർ ഒടുവിൽ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ മാത്രമായി. അവരെല്ലാം തങ്ങൾക്കറിയാവുന്ന ഒരു ലോക തത്വത്തിൽ നിന്നുകൊണ്ട് മുൻവിധിയോടെ സംസാരിച്ചു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുന്നത് അവൻ്റെ തെറ്റായ വഴികൾ കൊണ്ടാണ്, അവൻ്റെ പാപം കൊണ്ടാകുന്നു എന്നാണല്ലോ സാധാരണ ധരിച്ചു വച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. ഇയ്യോബിന് ഇത്ര വലിയ പ്രശ്നങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിലെ പാപം കാരണമാകുന്നു എന്നവർ ഉറച്ചു വിശ്വസിച്ചു. ആ മാരകമായ രഹസ്യത്തിൽ വച്ചിരിക്കുന്ന പാപം വെളിയിൽ കൊണ്ടുവരുവാൻ ഈ സ്നേഹിതർ മൂവരും 3 മാർഗങ്ങളാണ് ഉപയോഗിച്ചത്. അവർ അതിനെ ഞെക്കിപ്പിഴിയാവുന്നതിൻ്റെ പരമാവധി പിഴിഞ്ഞു നോക്കി. എലീഫസ് തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് വാദിച്ചു. അവൻ തൻ്റെ തോന്നലുകളെ ശക്തിപ്പെടുത്തുവാൻ ചില ദർശനങ്ങളെ കൂട്ടുപിടിച്ചു. അവൻ പറഞ്ഞത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല എന്ന് ഏതൊരാൾക്കും മനസ്സിലാകും. തുടർന്ന് ബിൽദാദ് സംസാരിച്ചു. അവൻ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചതുപോലെ തോന്നുന്നു. പാരമ്പര്യവാദി, പണ്ട് അങ്ങനെ നടന്നു, ഇന്നും അങ്ങനെ മാത്രമേ നടക്കൂ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അവൻ. ഒടുവിലായി സോഫർ വാദിച്ചു. അവൻ നിയമവാദിയായിരുന്നു. എന്തെല്ലാം സംഭവിച്ചാലും നിയമത്തിൽ നിന്നും മാറി ഒന്നുമില്ല. ദൈവകൃപയെ കാണുവാൻ അവന് കഴിഞ്ഞില്ല. ഈ സ്നേഹിതരും
ഇയ്യോബും തമ്മിലുള്ള 3 വട്ട ചർച്ചകൾക്ക് ശേഷം കേട്ടുകൊണ്ട് നിന്നവരിൽ ഒരുവൻ ചാടി വീഴുന്നു, എലീഹു. അവൻ്റെ വാദം ഈ വാദിച്ചവരുടെ വാക്കുകളെ പിടിച്ചാണ്. സ്നേഹിതന്മാരോട്, അതെ, ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരോട് അവൻ കോപിച്ചു. അവർ ഇയ്യോബിന് സഹായകമായ വിധത്തിൽ സംസാരിക്കാതിരുന്നു. അവൻ ഇയ്യോബിനോടും കോപിച്ചതായി നാം കാണുന്നു. കാരണം ഇയ്യോബ് ദൈവത്തെ ന്യായീകരിക്കേണ്ടതിന് പകരം സ്വയം നീതീകരിക്കുകയാകുന്നു ചെയ്തത്. എലീഹുവിൻ്റെ സംസാരം വളരെ ജ്ഞാനമേറിയതായിരുന്നു. എന്നാൽ അതുകൊണ്ടും ഇയ്യോബിന് ലഭിക്കേണ്ട ഉത്തരം ലഭിച്ചില്ല എന്നതാണ് നാം കാണുന്നത്. തുടർന്ന് ദൈവം തന്നെ ഇയ്യോബിനോട് സംസാരിക്കുന്നു. ദൈവം തന്നെ ഇയ്യോബിനോട് സംസാരിക്കുന്നതിനാൽ ഈ ഭാഗം പ്രധാനപ്പെട്ടതാകുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. എലീഹു തൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് അല്പം കാലാവസ്ഥാ നിരീക്ഷണം നടത്തുന്നതായി നാം കാണുന്നു. 37 അധ്യായത്തിൻ്റെ 22 വാക്യത്തിൽ നാം വായിക്കുന്നത്, വടക്ക് നിന്ന് സ്വർണശോഭ പോലെ വരുന്നു. അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഞാൻ കരുതുന്നത് എലീഹുവിൻ്റെ സംവാദത്തിൻ്റെ സമയം അത്രയും ഒരു വലിയ കാറ്റ് ചക്രവാളത്തിൽ രൂപം കൊള്ളുന്നുണ്ടായിരുന്നു. അത് കൂടുതൽ കൂടുതൽ കറുത്തിരുണ്ട് കാറ്റ് അടിക്കുവാനും തുടങ്ങി. അതെ, കാറ്റ് ഒരുപക്ഷെ ശബ്ദത്തിൽ ഊതുന്നുണ്ടായിരുന്നിരിക്കും. മഴത്തുള്ളികൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുവാൻ തുടങ്ങിക്കാണും. അധികം താമസിയാതെ അത് വലിയൊരു കാറ്റായിത്തീർന്നു. ആളുകൾ അഭയത്തിനായി ഓടുന്നതായി കാണുന്നു. എനിക്ക് തോന്നുന്നു എലീഹു തൻ്റെ സംവാദത്തിന് ശേഷം അവിടെ നിന്നും ഓടിക്കാണും. അങ്ങനെ ഇയ്യോബ് മാത്രം ശേഷിച്ചു. ആരംഭത്തിലെ പോലെ തന്നെ ആ ചാരക്കൂനയുടെ മുകളിൽ ഇയ്യോബ് മാത്രം അവശേഷിച്ചു. ഇപ്പോൾ ഇതാ ദൈവം ഈ മനുഷ്യൻ്റെ ബലഹീനമായ അവസ്ഥയിൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എല്ലാവരും കൈവിടപ്പെട്ട ആ അവസ്ഥയിൽ, തനിക്ക് തന്നെ ജീവിതത്തിൽ യാതൊരാശയ്ക്കും വഴിയില്ലാത്ത ആ അവസ്ഥയിൽ, ഇയ്യോബിൻ്റെ കഴിവില്ലായ്മയിൽ തന്നെ ദൈവം അവനെ കണ്ടുമുട്ടുന്നു. ദൈവം എത്ര വലിയവനാണില്ലേ. ഒരു നല്ല അധ്യാപകൻ്റെ ലക്ഷണം എന്തെന്നാൽ വിദ്യാർത്ഥി എവിടെ നിർത്തിയോ അവിടെ നിന്നും ആരംഭിക്കുന്നതാണ്. വിദ്യാർത്ഥി ആയിരിക്കുന്നിടത്തു നിന്നും ആരംഭിച്ച് അവനെ എവിടെ എത്തിക്കണമെന്നാണോ അധ്യാപകൻ ആഗ്രഹിക്കുന്നത് അവിടെ എത്തിക്കുക. എവിടെ നിന്നെങ്കിലും തുടങ്ങി എവിടെങ്കിലും അവസാനിപ്പിക്കുന്ന അവസ്ഥ അല്ല. ദൈവം ഒരു അധ്യാപകനാണ്, ഏറ്റവും നല്ല അധ്യാപകൻ എന്ന് പറയാവുന്നതാണ്. അവൻ ഇവിടെ ഇയ്യോബിനെ ഇപ്പോൾ പഠിപ്പിക്കുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവും ഒരു അധ്യാപകനാണ്, ഏറ്റവും വലിയ ഗുരു. അവിടുന്ന് നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഇയ്യോബിനെ പഠിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞു നിർത്തിയിടത്തു നിന്നും ദൈവം ആരംഭിക്കുന്നു. അതെ, പ്രകൃതിയിൽ നിന്നും. ഒരു ചുഴലിക്കാറ്റ് അടിച്ചുയരുന്നു. അവിടെ സൃഷ്ടാവായ ദൈവം പ്രവേശിക്കുന്നു. അവൻ അവിടെ ആരംഭിക്കുന്നു. അവൻ ഈ മനുഷ്യനെ താൻ അവനായി തീരണം എന്നാഗ്രഹിക്കുന്ന സ്ഥാനത്ത് കൊണ്ടുവരും. കർത്താവായ യേശുവും ഈ പറഞ്ഞതുപോലെയാണ് ഉപദേശിച്ചത്. നമ്മുടെ കർത്താവ് പറഞ്ഞ ഉപമകൾ അവൻ്റെ ഭാവന മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അവൻ ഉണ്ടാക്കിയെടുത്ത ചില കഥകൾ ആയിരുന്നില്ല അവ. അവൻ നിന്ന് ആ കാലത്തെ ജനങ്ങളുടെ ജീവിതത്തെ സസൂക്ഷ്മം ശ്രദ്ധിച്ചു കാണും. ചെടികളെ ശ്രദ്ധിച്ചു, പറവകളെ ശ്രദ്ധിച്ചു, അങ്ങനെ ഓരോന്നും. അതായിരുന്നു അവൻ്റെ ഉപമകൾ. അവർ ആയിരിക്കുന്നിടത്ത് അവൻ കണ്ടുമുട്ടുമായിരുന്നു. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൻ്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഉപമ തന്നെ ശ്രദ്ധിക്കുക. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. പലസ്തീൻ നാട്ടിൽ മൊത്തം ചെറിയ ചെറിയ കുന്നുകളും താഴ്വരകളും ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവ് ആ ദേശത്തു കൂടി നടന്നപ്പോൾ അവൻ കണ്ടിരുന്ന ഒരു സാധാരണ കാഴ്ചയായിരുന്നു ഈ കൃഷിക്കാരൻ വിതച്ചുകൊണ്ട് നടക്കുന്നത്. അതല്ല എങ്കിൽ 33 വാക്യത്തിൽ പറയുന്നത് സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. അതൊരു സാധാരണ കാഴ്ചയായിരുന്നു, ഇല്ലേ? സ്ത്രീകൾ അത് ചെയ്യുന്നത് യേശു വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചിരിക്കും. ഏത് വീട്ടിലെയും ഒരു അനുഭവമായിരുന്നിരിക്കും അത്. എല്ലാവർക്കും പരിചയമുള്ള അനുഭവം പറഞ്ഞ് പഠിപ്പിക്കുന്നു. കർത്താവായ യേശു തൻ്റെ പഠിപ്പീർ ആരംഭിച്ചത് ആളുകൾ എവിടെയായിരുന്നുവോ അവിടെ നിന്നാണ്. അതായത് അവരുടെ അറിവ്, അവിടെ നിന്നും അവൻ അവരെ താൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. ദൈവവചനത്തിൽ മൊത്തം നാം ഈ വിധത്തിലുള്ള ഒരു പ്രമാണമാകുന്നു പഠിപ്പിക്കുന്നതിനായി ഉപയോഗിച്ച് കാണുന്നത്. മനുഷ്യന് ലഭ്യമായുള്ള ഏറ്റവും വലിയ പഠിപ്പീരും അതുതന്നെയാണ്.
നാം ആയിരിക്കുന്നിടത്തു നിന്നും ആരംഭിച്ച് നാം ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് നമ്മെ കൊണ്ടെത്തിക്കുന്നു. മനോഹരമല്ലേ? സുവിശേഷ പ്രസംഗകർക്ക് ഇത് നല്ല ഒരു പാഠമാകുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവരൊക്കെ അന്നേരം ചിന്തിച്ചിരിക്കുന്നതും എല്ലാവർക്കും താല്പര്യമുള്ളതുമായ ഒരു വിഷയത്തിൽ പിടിച്ച് ആരംഭിക്കുക. നാം പറയുന്നത് മനസ്സിലാക്കുവാൻ അവർക്ക് എളുപ്പമുണ്ടാകും, കാരണം അവർ ജീവിക്കുന്നത് അവിടെയാണ്. യോബ് ആയിരിക്കുന്നിടത്തേക്ക് ദൈവം കടന്നു ചെല്ലുന്നതായി നാം കാണുന്നു. ഓർക്കണം, ഇവിടെ സംസാരിക്കുന്നത് ദൈവമാണ്. അതിനെ ഒന്ന് വ്യാഖ്യാനിക്കുവാൻ ഞാൻ ആരുമല്ല. മിണ്ടാതിരിക്കുവാനാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അത് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ദൈവം പറയുന്നത് എന്തെന്ന് നാം വെറുതെ വായിച്ചിട്ട് ഞാൻ ഏതാനും ചില അഭിപ്രായങ്ങൾ മാത്രം പറയാം. യഹോവ ഇയ്യോബിനോട് സംസാരിക്കുന്നു. 38 അധ്യായത്തിൻ്റെ 1 വാക്യം. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്തത് എന്തെന്നാൽ, ദൈവം ഇയ്യോബിനോട് ചുഴലിക്കാറ്റിൽ നിന്ന് സംസാരിക്കുന്നു. ഇയ്യോബിൻ്റെ മേൽ ഇപ്പോൾ അടിച്ച കാറ്റ്. സൃഷ്ടാവെന്ന നിലയിലാണ് ദൈവം അവനോട് സംസാരിക്കുന്നത്. 2 വാക്യം. അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നൊരിവനാർ. താൻ അറിവില്ലാതെ വാക്കുകൾ ഉച്ചരിച്ചു എന്ന് ഇയ്യോബ് ഒടുവിൽ പറയുന്നത് നാം കാണുന്നതാണ്. അത് എൻ്റെ സുഹൃത്തെ ഒരു ഭയങ്കര പാപമാണ്. നമുക്കിന്ന് ഈ പറഞ്ഞതുപോലെയുള്ള പാപം വളരെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ദൈവത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചുമൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടാൽ തോന്നും അവരെപ്പോലെ ജ്ഞാനികൾ വേറെ ഇല്ലെന്ന്. വാസ്തവത്തിൽ അവർ ഒന്നും നേടുന്നില്ല. കുറേ വിനോദത്തിന് അവസരമൊരുക്കുക മാത്രമാണ്. ദൈവം അരുളി ചെയ്യുന്നത്, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നൊരിവനാർ. ഒരു മനുഷ്യൻ പറഞ്ഞു, കഥ വായിക്കണമെങ്കിൽ നിഘണ്ടു വായിക്കണം. ഒടുവിൽ കരഞ്ഞു പോകുമെന്ന്. നിഘണ്ടുവിൽ നിന്നും ചില വാക്കുകൾ എടുത്തിട്ട് അതിനെ ഒരുമിച്ച് ചേർത്ത് കഥയുണ്ടാക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട്. അതിനർത്ഥമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ വാക്കുകളല്ലേ, അപ്പോൾ കേൾക്കുവാൻ രസം കാണും, അത്രമാത്രം. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. 38 അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ നാം കാണുന്നു, നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. ശരി, വെല്ലുവിളിയാണില്ലേ? ഭൂവിജ്ഞാന ശാസ്ത്രത്തിൻ്റെ ഓരോ പുസ്തകത്തിൻ്റെയും ആദ്യ പേജിൽ എഴുതുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം അത്ര ഇത്. നാം ചിന്തിക്കുന്നത് കൊണ്ട് ആരെങ്കിലും അതിനനുവദിക്കണമെന്നില്ല. പുസ്തകം ആരെഴുതിയാലും ഈ വിഷയം കാണിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. നിങ്ങൾ എവിടെയായിരുന്നു? അതൊരു നല്ല ചോദ്യം തന്നെയാണ്. പലരും ഒന്നും അറിയാതെ വിളിച്ചു പറയുന്നു. എന്താണ് പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. എന്താണ് ഈ പ്രപഞ്ചത്തെ ശൂന്യാകാശത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? അതങ്ങ് വെറുതെ നിൽക്കുകയല്ല എന്നുള്ളതാണ് രസം. മറ്റ് ഏതൊരു കാര്യത്തെപ്പോലെ അതിൽ തന്നെ ഉറപ്പില്ലാത്തൊരു ചെറിയ ഭൂമിയിലാണ് നിങ്ങളും ഞാനും വസിക്കുന്നത്. ഇതിനെ താങ്ങി നിർത്തുവാനായി ഇതിൻ്റെ കീഴിലൊന്നുമില്ല. അല്ല, ഏതാണ് ഈ താഴെ? ഏതാണ് ഈ മുകൾ? ഇങ്ങനെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ആർക്കാണ് പറയുവാൻ കഴിയുന്നത്? എന്തുകൊണ്ടിത് ഏതെങ്കിലും ഒരു ദിശയിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ടിത് വൃത്താകാരത്തിൽ മാത്രം പോയിക്കൊണ്ടിരിക്കുന്നു? ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇവിടുത്തെ ചോദ്യം, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു എന്നത്രേ. ഇവിടെ 5-6 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ അളവ് നിയമിച്ചവൻ ആർ? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽ പിടിച്ചവൻ ആർ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം
സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ തിരുവെഴുത്തിൻ്റെ ഏതെങ്കിലും ഭാഗം എഴുതപ്പെട്ടതിന് മുൻപുള്ള കാലയളവിൽ നിന്നും വന്നതായിരിക്കും ഇയ്യോബിൻ്റെ പുസ്തകം. ആ പ്രത്യേക സമയത്തെക്കുറിച്ച് എല്ലാ മനുഷ്യരോടും ആരംഭിക്കാറുള്ള അതേ വിഷയത്തെ പിടിച്ചാണ് ഇയ്യോബിനോടും ദൈവം ഇടപെടുന്നത്. അതെ, സൃഷ്ടിപ്പെന്ന വിഷയത്തിൽ സകല മനുഷ്യവർഗത്തോടുമുള്ള വെളിപ്പാടിനെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങിയ പൗലോസ് ഈ വിഷയത്തിലാകുന്നു ആരംഭിക്കുന്നത്. ഞാനൊന്ന് വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അവർക്ക് അറിയാകുന്നത് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ ദൈവം തൻ്റെ സൃഷ്ടിയിലൂടെ ഇയ്യോബിനോടും ആ കാലത്തുള്ള എല്ലാ മനുഷ്യരോടും സംസാരിച്ചിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. അവർ സൃഷ്ടിപ്പിനോട് ഏറ്റവും അടുത്തായിരുന്നതിനാൽ നാസ്തിത്വം എന്നൊന്ന് അന്നില്ലായിരുന്നു. പകരം ബഹുദൈവത്തിലുള്ള വിശ്വാസമുണ്ടായിരുന്നു. അവൻ സൃഷ്ടാവിനേക്കാൾ സൃഷ്ടിയെ ആരാധിച്ചു. ഇതത്രേ റോമാലേഖനത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ പൗലോസ് സംസാരിക്കുന്നതായി നാം കാണുന്നത്. ഈ ഭാഗം ഇവിടെ വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് സൃഷ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളും ഞാനും ഇന്ന് ജീവിക്കുന്ന ഭൗതിക പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട വിഷയമാണിത്. റോമാലേഖനത്തിൽ പൗലോസ് സംസാരിക്കുന്നത് പോലെ സൃഷ്ടിപ്പ് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ആളത്വത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച്. സൃഷ്ടിപ്പ് നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വത്തെ, ഔന്നത്യത്തെ വെളിപ്പെടുത്തുന്നു. അവിടുന്ന് എത്ര മഹാനാണ്. താൻ സൃഷ്ടാവാണെന്നും മനുഷ്യൻ അറിയുവാൻ പാടില്ലാത്തത് ദൈവത്തിന് വളരെയേറെ അറിയാമെന്നും ഉള്ള വസ്തുതയെക്കുറിച്ച് ദൈവം സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ധാരണ ഇതത്രേ. അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിൻ്റെ മൂലക്കല്ലിട്ടവൻ ആർ? ദൈവത്തിൻ്റെ പ്രപഞ്ചത്തിൽ അടുത്തയിടെ വന്നവനാണ് മനുഷ്യൻ. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതിന് മുൻപ് തന്നെ സൃഷ്ടിപ്പിലൊരു വലിയ സന്തോഷമുണ്ടായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങൾ അവിടുത്തെ പൈതലാകുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായിരിക്കും. ദൈവം സന്തോഷവാനാണ്. അതെ, നാമും സന്തോഷമുള്ളവരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിലെ സന്തോഷം നിങ്ങളുടെ ഇന്നത്തെ പങ്കായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അങ്ങനെ ആയിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇനിയും മുൻപോട്ട് നാം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് 7 മുതലുള്ള വാക്യങ്ങൾ. അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിൻ്റെ മൂലക്കല്ലിട്ടവൻ ആർ? ഗർഭത്തിൽ നിന്നെന്ന പോലെ സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവൻ ആർ? അന്ന് ഞാൻ മേഘത്തെ അതിനുടുപ്പും കൂരിരുളിനെ അതിന് ചുറ്റാടയുമാക്കി. ഞാൻ അതിന് അതിർ നിയമിച്ചു, കതകും ഓടാമ്പലും വെച്ചു. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്. ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു. ഭൂമിയുടെ അറ്റങ്ങളെ പിടിക്കേണ്ടതിനും ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞു കളയേണ്ടതിനും നിന്റെ ജീവകാലത്തൊരിക്കലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും അരുണോദയത്തിന് സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? അത് മുദ്രയ്ക്ക് കീഴിലെ അരക്കുപോലെ മാറുന്നു, വസ്ത്രം പോലെ ആസകാലം വിളങ്ങി നിൽക്കുന്നു. ദുഷ്ടന്മാർക്ക് വെളിച്ചം മുടങ്ങിപ്പോകുന്നു, ഓങ്ങിയ ഭുജവും ഒടിഞ്ഞു പോകുന്നു. നീ സമുദ്രത്തിൻ്റെ ഉറവുകളോളം ചെന്നിട്ടുണ്ടോ? ആഴിയുടെ ആഴത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? മരണത്തിൻ്റെ വാതിലുകൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അന്ധതമസിൻ്റെ വാതിലുകളെ നീ കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇതൊക്കെയും അറിയുന്നുവെങ്കിൽ പ്രസ്താവിക്കാം. വെളിച്ചം വസിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി ഏത്? ഇരുളിൻ്റെ പാർപ്പിടവും എവിടെ? നിനക്ക് അവയെ അവയുടെ അതിരോളം കൊണ്ടുപോകാമോ? അവയുടെ വീട്ടിലേക്കുള്ള പാത അറിയാമോ? നീ അന്നേ ജനിച്ചിരുന്നുവല്ലോ, നിനക്ക് ആയുസ് ഒട്ടും കുറവല്ലല്ലോ. നീ അത് അറിയാതിരിക്കുമോ? നീ ഹിമത്തിൻ്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളുകളിലേക്കും സംഗ്രഹിച്ച് വച്ചിരിക്കുന്നു. ഹിമവും കൽമഴയും ഉപയോഗിച്ച് യുദ്ധത്തിൽ ജയിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്നാൽ ആ വിഷയത്തിലേക്ക് കടക്കുവാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ദൈവം ഇയ്യോബിനോട് പറയുന്നത് തൻ്റെ സൃഷ്ടിപ്പ് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാകുന്നു എന്നത്രേ. ദൈവത്തിന് മാത്രമേ ഇതറിയുവാൻ കഴിയൂ. തുടർന്നവൻ നക്ഷത്രങ്ങളെ കൊണ്ട് നിറഞ്ഞ ആകാശത്തെക്കുറിച്ചും സംസാരിക്കുവാൻ പോകുകയാണ്.
ഞാൻ വായിക്കട്ടെ 24 മുതൽ. വെളിച്ചം പിരിഞ്ഞു പോകുന്നതും കിഴക്കൻ കാറ്റ് ഭൂമിമേൽ വ്യാപിക്കുന്നതും ആയ വഴിയേത്? നിർജ്ജനദേശത്തും ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യിക്കേണ്ടതിനും തരിശും ശൂന്യവുമായ നിലത്തിൻ്റെ ദാഹം തീർക്കേണ്ടതിനും ഇളംപുല്ല് മുളപ്പിക്കേണ്ടതിനും ജലപ്രവാഹത്തിന് ചാലും ഇടിമിന്നലിന് പാതയും വെട്ടിക്കൊടുത്തത് ആർ? മഴയ്ക്ക് അപ്പനുണ്ടോ? അല്ല, മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചതാർ? ആരുടെ ഗർഭത്തിൽ നിന്നും ഹിമം പുറപ്പെടുന്നു? ആകാശത്തിലെ നീഹാരത്തെ ആർ പ്രസവിക്കുന്നു? വെള്ളം കല്ലുപോലെ ഉറച്ചു പോകുന്നു, ആഴിയുടെ മുഖം കട്ടിയായിത്തീരുന്നു. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കാമോ? നിനക്ക് രാശിചക്രത്തെ അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? അങ്ങ് അകലെ ആകാശത്തിൽ കാണുന്ന 1000 നക്ഷത്രങ്ങളെക്കുറിച്ച് നമുക്കെന്തറിയാം? പ്രാചീന കാലത്തുണ്ടായിരുന്ന ആളുകൾക്ക് നക്ഷത്രത്തെക്കുറിച്ച് എത്രമാത്രം അറിവുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ നാം ചിന്തിക്കുന്നതിലും അധികം അവർ അറിഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. ഈജിപ്തുകാർ സൂര്യനിലേക്കുള്ള ദൂരം കൃത്യമായി അറിഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. അതെ, നാം മുൻപോട്ട് വായിക്കുമ്പോൾ ദൈവം അവനോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാകുന്നു എന്ന് കാണുവാൻ സാധിക്കും. 35 വാക്യത്തിൽ, അടിയങ്ങൾ വിട കൊള്ളുന്നു എന്ന് നിന്നോട് പറഞ്ഞ് പുറപ്പെടുവാൻ തക്കവണ്ണം നിനക്ക് മിന്നലുകളെ പറഞ്ഞയക്കാമോ? അന്തരംഗത്തിൽ ജ്ഞാനത്തെ വെച്ചവനാർ, മനസ്സിന് വിവേകം കൊടുത്തവനാർ? ഉരുക്കി വാർത്തതുപോലെ പൊടി തമ്മിൽ കൂടുമ്പോഴും മൺകട്ട ഒന്നോടൊന്ന് പറ്റിപ്പോകുമ്പോഴും ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണുന്നതാർ? ആകാശത്തിലെ തുരുത്തികളെ ചരിക്കുന്നത് ആർ? സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും അവ മുറ്റുകാട്ടിൽ പതിയിരിക്കുമ്പോഴും നീ സിംഹിക്ക് ഇര വേട്ടയാടിക്കൊടുക്കുമോ? ബാലസിംഹങ്ങളുടെ വിശപ്പടക്കുമോ? കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നതാർ? ഇയ്യോബേ, ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും മറുപടി പറയുവാൻ നിന്നെക്കൊണ്ട് കഴിയുമോ? അതേ സുഹൃത്തെ, താങ്കൾ ദൈവത്തെ അവിടുത്തെ സൃഷ്ടിപ്പിലൂടെ അറിഞ്ഞിട്ടുണ്ടോ? സൃഷ്ടി തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു എന്ന് ദൈവം ഇയ്യോബിന് വ്യക്തമാക്കി കൊടുക്കുന്നു. തൻ്റെ സൃഷ്ടിപ്പിലൂടെ ഒരു വ്യക്തിക്ക് ദൈവത്തെ അറിയുവാൻ കഴിയും എന്ന് ദൈവം പറയുന്നു. എന്നാൽ സൃഷ്ടി ഒരു മനുഷ്യനെ രക്ഷയുടെ അറിവിലേക്ക് കൊണ്ടുവരില്ല. ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി നൽകുവാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇയ്യോബിൻ്റെ പ്രശ്നം. തൻ്റെ ജീവിതത്തിലുണ്ടായ കഷ്ടം എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന ഇയ്യോബിനോട്, ഇയ്യോബേ, എല്ലാം അറിഞ്ഞിട്ട് നീ എന്നിൽ ആശ്രയിക്കൂ എന്ന് പറയുന്നത് അബദ്ധമാകുന്നു. എല്ലാം അറിഞ്ഞിട്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കൂ എന്ന് പറയുന്നത് തീർച്ചയായും മണ്ടത്തരമാകുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടില്ല എന്ന് പാടിയ ദാവീദ് രാജാവിനെ പോലെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതിന് തീർച്ചയായിട്ടും തന്നിൽ സമർപ്പിക്കുന്നവരെ ദൈവം സഹായിക്കും. നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ പഠനം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയതിന് നന്ദി. ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.